Now we'll do a very short numerical, guys. I'm not going to write the entire thing. I will tell how the question is coming. You might say ഇതൊരു NEET exam question ആണ്, പക്ഷെ വളരെ simple ആണ് if you understand the logic of that question. Okay. So I'm going to tell the question. You are given that a magnetic field is parallel. ഇപ്പോൾ നിങ്ങൾക്ക് 3 ആക്സസ് ആയിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. അത് ഏതൊക്കെ ആക്സസ് നമുക്കറിയണമല്ലോ. This is x, this is given as y. അപ്പോൾ അത് 3 dimension ഇൻവേഴ്സ് ആയിട്ടാണ് കേട്ടോ y കാണിച്ചിരിക്കുന്നത്. And this is your positive z direction. Right, this much direction is given, and you're told the magnetic field is parallel to y-axis. അപ്പോൾ parallel to y-axis എന്ന് പറഞ്ഞാൽ എന്താ, ഇൻവേഴ്സ് ആണെന്ന് പറയണം അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് ഇസ് പാരലൽ ടു y-axis എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y-axis ഇൻവേഴ്സ് ആണെന്ന് പറയണം. അപ്പോൾ ഈ ഡയറക്ഷനിലാണ് എന്ത്, നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇൻവേഴ്സിൻ്റെ സിമ്പിൾ നമ്മൾ എന്താ പറഞ്ഞത്, ക്രോസ്. റൈറ്റ്, അത് ചില സമയത്ത് ക്രോസ് മാത്രം ഇട്ടിട്ടുണ്ടാവുള്ളൂ, അതിന് വട്ടിട്ടുണ്ടാവില്ല. ബട്ട് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ക്രോസ് മീൻസ് ഇൻവേഴ്സ്. മനസ്സിലാക്കാൻ എളുപ്പവഴി പറഞ്ഞിട്ടെ, നമ്മുടെ കയ്യിൽ ഒരു ആരോ ഉണ്ടെന്ന് വിചാരിക്കുക. ആരോ ഇങ്ങനെയല്ല വരയ്ക്കുക നമ്മൾ അല്ലേ. അപ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ബാക്ക് സൈഡ് നോക്കിയതല്ലേ, ആരോൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ക്രോസ് മാതിരി ഇരിക്കും അല്ലേ. ഇനി ഇതേ ആരോ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെയാണ് വരുന്നത് വെച്ചാൽ നമുക്കൊരു കുത്തല്ലേ കാണുള്ളൂ അല്ലേ. സോ ഔട്ട്വേർഡ്സിൻ്റെ സിമ്പിൾ ഡോട്ട്, ഇൻവേർഡ്സിൻ്റെ സിമ്പിൾ ക്രോസ്. റൈറ്റ്, എനിവേസ് ഇതൊരു ഷോർട്ട് ഫോട്ട് പറഞ്ഞു എന്നുള്ളത്, നിങ്ങൾക്ക് ഏത് വഴിയാണെങ്കിലും പഠിക്കാം. റൈറ്റ്, സോ യുവർ ഫീൽഡ് ഇസ് ഇൻവേർഡ് ഡിറക്ഷൻ. Right, that is the first sentence. And the charged particle is moving along the positive x direction. അപ്പോൾ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് ചാർജ് പാർട്ടിക്കിൾ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫീൽഡിൽ നമ്മളൊരു ചാർജ് പാർട്ടിക്കിൾ എന്ത് ഡയറക്ഷനിലാണ് പോകണേ, ഈ ഡയറക്ഷനിൽ പോകണമെന്ന് പറയുന്നുണ്ട്. Right, this is the direction of particle, means this is your direction of velocity. Now which way would the Lorentz force be? അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ് ചോദിക്കുന്നത്. വെൻ എ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ചാർജ് ആയിരിക്കുമ്പോൾ, ബി അതൊരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ. റൈറ്റ്, എടുക്കാമല്ലോ സിമ്പിളായിട്ട്. റൈറ്റ്, അപ്പോൾ നമുക്ക് ഏത് വേണ്ട യൂസ് ചെയ്യാം, യു ഹാവ് ടു യൂസ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൽ സെൻട്രൽ finger gives you the direction of velocity and magnetic field അല്ലേ. അപ്പോൾ നോക്കിയേ ഇത് v velocity, ഇത് നിങ്ങളുടെ magnetic field. In which direction your thumb is giving, it gives you the direction of what force. ഏത് ഡയറക്ഷനാണ് ഇത് നോക്കി, z-ൻ്റെ ഡയറക്ഷനിൽ എൻ്റെ തമ്പ് നിൽക്കുന്നത് ആണല്ലേ. അപ്പോൾ that gives you the direction of what charge, which charge, if the charge has been what, യോ പോസിറ്റീവ് ചാർജ് അല്ലേ. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആയിരുന്നുവെങ്കിൽ അല്ലേ, പോസിറ്റീവ് ചാർജിനല്ലേ നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പോസിറ്റീവ് ചാർജാണ് ഇങ്ങനെ പോകുന്നതെന്ന് വിചാരിക്കുക അല്ലേ. നമുക്ക് ഇലക്ട്രോൺ തന്നിട്ടുണ്ട്, അങ്ങനെ തന്നിട്ടില്ലല്ലോ, ഇല്ല, ചാർജ് പാർട്ടിക്കിൾ തന്നിട്ടുള്ളൂ. അപ്പോൾ ഈ ചാർജ് പാർട്ടിക്കിൾ ഈ ഡയറക്ഷനിലാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഈ ഡയറക്ഷൻ എടുത്തു, 4 ഫിംഗർ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ്, ഇത് ഡയറക്ഷൻ ഓഫ് യുവർ വാട്ട് വെലോസിറ്റി, തമ്പ് ഗിവ്സ് യു ദ ഡയറക്ഷൻ ഓഫ് ചാർജ്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാവുക, പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഈ ഡയറക്ഷൻ എന്താണെന്ന് പറയുന്നത് പോസിറ്റീവ് സെഡ് ആക്സിസ് അല്ലേ. സോ ഇറ്റ് ഇസ് പോസിറ്റീവ് സെഡ്. അങ്ങനെയാണ് നെഗറ്റീവ് ചാർജിന് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കില്ലേ. അപ്പോൾ നെഗറ്റീവ് ചാർജിന് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി നെഗറ്റീവ് സെഡ് ഡയറക്ഷൻ. ക്ലിയർ ആവുമ്പോൾ ഇങ്ങനെ. റൈറ്റ്, ഇങ്ങനെയാണ് സാധാരണ ഈ സെക്ഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക. Okay, read the question, guys. See, the calculation is very easy to get the value of your whatever they have asked, but the thing is the direction finding is quite difficult. I'm taking this question so that you can remember how to find the cross product of two quantities using thumb or your palm rule. I have taken that in your 11th class, but I will repeat it here. Now the question is, what is the magnitude of magnetic force per unit length? You are asked force on a wire carrying a current of 8 ampere and making an angle theta 30 degree with the direction of uniform magnetic field is given as 0.5 Tesla. So I am writing the quantities which is given. You are given I, that is 8 ampere. You are given theta, that is 30 degree. You are given B, magnetic field, that is 0.15 Tesla. And the length of the wire is 1 meter. Why did I take it as 1 meter? Per unit length of the wire is given, right? So it is better if I take length as 1 meter. Clear? It's a meter wire. Let's take it like that. Right, now see guys, what is the equation for force? It is F is equal to I L cross B. I remember we take, in most of the text we take L cross B. I is never taken as vector, that's why it comes like this. Right, so that with angle it becomes ILB sine theta, right, cross product. Why would I take it like
sine theta, or why did it came up as cross, that also I will explicitly explain in you guys or to you guys using the figure. See, ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിചാരിക്കുക. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മുടെ കറണ്ട് ക്യാരിങ് എലമെൻറ്റ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. സോ ദാറ്റ് ഇറ്റ് ഈസ് ക്യാരിങ് കറണ്ട്. This is having a length L, so I am not explicitly writing L here. ഈ ആംഗിൾ θ ആണെന്ന് വിചാരിക്കുക, റൈറ്റ്? അപ്പോൾ ഈ θ അല്ലെങ്കിൽ ഇത് IL എന്ന് പറഞ്ഞ സാധനം അല്ലേ, ലെങ്ത്. അപ്പോൾ കറണ്ട് ഇതിന് രണ്ട് വെക്ടർ, ഇത് വെക്ടർ എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ രണ്ട് കമ്പോണൻ്റ് ആക്കാം. അപ്പോൾ ഇത് IL cos θ ആവും ഇത് അല്ലേ, ഹൊറിസോണ്ടൽ ആകുമ്പോൾ ഇതെന്തായിരിക്കും IL sin θ ആവും. അല്ല, I എഴുതണമെന്നില്ല, ഇത് L cos θ ആവും, ഇത് L sin θ ആവും. I നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എഴുതണമെന്നില്ല. Now, അതായത് ഈ L cos θ is along the magnetic field അല്ലെ, along the magnetic field. അപ്പോൾ അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ലെങ്ത്തിൻ്റെ അതിൻ്റെ ഹോറിസോണ്ടൽ കമ്പോണൻ്റ് ഇങ്ങനെയാണ് കിടക്കുന്നതെങ്കിൽ, അപ്പോൾ നേരത്തെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്, ഇഫ് ദ കണ്ടക്ടർ ഈസ് ലൈങ് along the magnetic field it doesn't experience any force അല്ലേ. അതിൻ്റെ ഡയറക്ഷനിൽ, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിലാണ് കണ്ടക്ടർ ഇരിക്കുന്നതെങ്കിൽ അതിനെന്തുണ്ടാവില്ല, ഫോഴ്സ് ഉണ്ടാവില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കോസ് കമ്പോണൻറ്റ്, ഈ ലെങ്ത്തിൻ്റെ കോസ് കമ്പോണൻറ്റ് എങ്ങനെ എടുക്കണം, ഹൊറിസോണ്ടലായിട്ടല്ലേ എടുക്കണേ. സോ ഡസ് ഇറ്റ് പ്രൊഡ്യൂസ് എനി ഫോഴ്സ്? നോ. ഇനി ഇതേ ബാറിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എങ്ങനെ ഇരിക്കുന്നത്, 90 ഡിഗ്രിയിലാണ് അല്ലേ. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 90 ഡിഗ്രിയിലാണ് ഇരിക്കുന്നതെങ്കിൽ എന്ത്, ബാറ് മാഗ്നറ്റിക് ഫീൽഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ബാറ് കിടക്കുന്ന അല്ലെങ്കിൽ കണ്ടക്ടർ കിടക്കുന്നത് 90 ഡിഗ്രി ആണെങ്കിൽ അവിടെ മാക്സിമം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ കോസ് θ ആണോ സൈൻ θ ആണോ ഫോഴ്സ് എക്സേർട്ട് ചെയ്യണത് ഈ കണ്ടക്ടർമ? കോസ് θ അല്ല, സൈൻ θ കമ്പോണൻ്റ് ആണ് അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ILB സൈൻ θ വരുന്നത്. ആ സൈൻ θനെ റീപ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രോസ് ഇടുന്നത്. ഇങ്ങനെയാണ് ശരിക്കും ആ ഫോർമുല വന്നത്. യു ഗൈസ് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബേസിക് ഹൗ ഇറ്റ് കെയിം അപ്പ്. ക്ലിയർ ആവുന്നത് വിചാരിക്കണേ. അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമുല ചെയ്യുമ്പോൾ അവിടെ ക്രോസ് പെട്ടെന്നൊരു സ്പ്രോത്തിൽ വന്ന മാതിരിയായല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹൗ ഇറ്റ് കെയിം അപ്പ്. ക്ലിയർ, റൈറ്റ്? സോ ILB സൈൻ θ ഇത് മനസ്സിലായില്ല. ഇനി ഡീറ്റെയിൽ എന്ത് കൊടുത്താൽ മതി, സൈൻ 30 ഡിഗ്രി ഇട്ടാൽ മതി. ഇനി വാല്യൂസ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നുള്ളൂ. യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.6 Newton per meter, റൈറ്റ്? വെരി ഗുഡ്. യു ഫൗണ്ട് ദ ഫോഴ്സ് മാഗ്നിറ്റ്യൂഡ്. what do you have to find the force direction? How would you find it? Again, തമ്പ് റൂൾ പാം റൂൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തത്. നമുക്ക് പാം റൂൾ എന്തിനാണ് യൂസ് ചെയ്തിരുന്നത്, വെക്ടർ പ്രൊഡക്റ്റ്, അത് ക്രോസ് പ്രൊഡക്റ്റിൻ്റെ, അതായത് A ക്രോസ് B, അതിൻ്റെ ഉത്തരം C ആണെന്ന് വിചാരിക്കുക. ഓർമ്മ ഉണ്ടോ? C ആണ് കിട്ടണമെങ്കിൽ Aൻ്റെ ഡയറക്ഷൻ പാം വെച്ചിട്ട് Bയുടെ ഡയറക്ഷനിൽ ബാക്കിയുള്ള ഫിംഗേഴ്സ് ടേൺ ചെയ്യുമ്പോൾ തമ്പ് തരുന്ന ഡയറക്ഷനാണ് C. അപ്പോൾ നമുക്ക് അത് ഞാൻ ഫാസ്റ്റിൽ പറഞ്ഞാണ്, നമുക്ക് ഈ പ്രോബ്ലത്തിൽ ചെയ്യാം, റൈറ്റ്? അപ്പോൾ ഇവിടെ നമുക്ക് ബീൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ അല്ലേ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് L ക്രോസ് B, അതായത് Aൻ്റെ സ്ഥലത്ത് L, Bൻ്റെ സ്ഥലത്ത് B. അപ്പോൾ Aൻ്റെ ഡയറക്ഷനിൽ എല്ലാം നമ്മൾ ആദ്യം വെക്കേണ്ടത് കയ്യല്ലേ. അപ്പോൾ ഇവിടെ നോക്കി Lൻ്റെ ഡയറക്ഷൻ വെക്കണമെന്നെങ്കിൽ ഞാൻ പാം ഇങ്ങനെ വെക്കും, ഇതിങ്ങനെ, റൈറ്റ്? ഇനി എന്തിൻ്റെ ഡയറക്ഷനിലേക്കാണ് ഞാൻ ടേൺ ചെയ്യേണ്ടത്, വിരലുകളെ ബീൻ്റെ ഡയറക്ഷനിലേക്ക്. അപ്പോൾ ബീൻ്റെ ഡയറക്ഷനിലേക്ക് കറക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയല്ലേ കറക്കാൻ പറ്റുള്ളൂ അല്ലേ. സി, ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് L. ഐ ഹാവ് ടു റൊട്ടേറ്റ് ഇറ്റ് ഇൻ ദിസ് ഡയറക്ഷൻ. എങ്ങനെ, ഇങ്ങനെ കറക്കണം. ഇങ്ങനെ കറക്കണമെങ്കിൽ തമ്പം കെട്ട പോണ് ഇറ്റ് ടുവേർഡ്സ് ഇൻ ടു ദ പേപ്പർ. സോ എഫിൻ്റെ ഉത്തരമല്ലേ അത്. സോ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്താ, ഇൻ ടു ദ പേപ്പർ. ക്ലിയർ ആയല്ലോ കേൾക്കണേ? ഹൗ ഡിഡ് വി ടേക്ക്? യു യൂസ്ഡ് യുവർ പാം, keep the direction in which L is it, and then turn the fingers towards the B. Then the thumb gives you the direction of force. Clear? Take your hand and try to do it by yourself. തനിയെ ചെയ്താൽ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. ക്ലിയർ ആവുന്ന വിചാരിക്കുന്നു, റൈറ്റ്? സോ യു ക്യാൻ ഈവൻ യൂസ് യുവർ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ, ബട്ട് ഇറ്റ്സ് ഓക്കെ ഇഫ് യു യൂസ് പാം റൂൾ. പാം റൂൾ ആയിരിക്കും ഇത് യൂസ് എളുപ്പം. അതേമാതിരി നമ്മുടെ QV ക്രോസ് B ഇല്ലേ, അതും നമുക്ക് ശരിക്കും പറഞ്ഞാൽ പാം റൂൾ വെച്ച് ചെയ്യാവുന്നുള്ളൂ. അതായത് F is equal to QV ക്രോസ് B ഇല്ലേ, ഇതിന് നമുക്ക് പാം റൂൾ ചെയ്യാൻ സമയം എന്താ, ആദ്യം ബീൻ്റെ ഡയറക്ഷനിൽ കൈവയ്ക്കുക, എന്നിട്ട് ബീൻ്റെ ഡയറക്ഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോസ് യുവർ ഫിംഗേഴ്സ് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിലാണോ തമ്പ് കൊടുക്കുന്നത്, ദാറ്റ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. യു ക്യാൻ ഈവൻ യൂസ് ദ സെയിം പാം റൂൾ ഫോർ ഇറ്റ്. അതായത് ക്രോസ് പ്രൊഡക്റ്റ് ഉള്ളിടത്ത് എല്ലായിടത്തും നിങ്ങൾക്ക് പാം റൂൾ യൂസ് ചെയ്യാവുന്നുള്ളൂ, അല്ലെങ്കിൽ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ബോത്ത് ഓഫ് ദം ആർ കറക്റ്റ്.
ക്ലിയർ ആവുകൊണ്ട് വിചാരിക്കുന്നത്. ഫ്ലെമിഷ് ലെഫ്റ്റ് ഹാൻഡ് റൂളിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഫ്ലെമിഷ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഇതിന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് IL ക്രോസ് ബീന് ഫ്ലെമിഷ് ഹാൻഡ് റൂള് നമുക്ക് ഏതിനാണെന്നുള്ളത് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് ഓക്കെ ഇഫ് യു യൂസ്, അതായത് എല്ലിന് നമുക്ക് ഇപ്പോൾ സപ്പോസ് ബീന് നമുക്ക് 4 ഫിംഗർ അല്ലേ യൂസ് ചെയ്തത്, അതേമാതിരി ബീന് ഇവിടെ 4 ഫിംഗർ യൂസ് ചെയ്യാം, എല്ലിന് സെൻട്രൽ ഫിംഗർ യൂസ് ചെയ്യാം. സോ തം ഗിവ്സ് ദ ഫോഴ്സ് ഡിറക്ഷൻ ഇസ് ഓക്കെ. ബട്ട് മോസ്റ്റ് ഓഫ് ദ ടൈം ക്രോസ് പ്രൊഡക്റ്റിന് നമ്മളെപ്പോഴും പാം റൂളാണ് യൂസ് ചെയ്യാറ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. റൈറ്റ്, ലെറ്റ്സ് മൂവ് ഓൺ.